നമ്മുടെ ഈ അപ്പന്മാരുടെ ഉഴപ്പൊക്കെ തീർന്നാൽ തന്നെ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ കുറേ ശരിയാവും. ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു അച്ഛൻ വിളിച്ചിട്ട് പറയായിരുന്നു, മംഗലാപുരത്തു അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കുറേ ആശുപത്രികൾ തന്നെ ഒരു പ്രത്യേക മതക്കാർ പണം കൊടുത്ത് മേടിച്ചിരിക്കുക. എന്നിട്ട് നമ്മുടെ പിള്ളേർക്കൊന്നും നമുക്കിവിടെ അഡ്മിഷൻ കൊടുക്കാനൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ നമ്മുടെ ചെത്തുപുഴ ആശുപത്രിയിൽ ഇത്രയും നാളും മാനേജ്മെൻറ്റ് കോട്ട എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി അതിരൂപതക്കാർ മാത്രമായിരുന്നു. ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ നിയമം വന്നു, ഏത് ക്രിസ്ത്യാനിക്കും കൊടുത്തോണം, മാർക്കുണ്ടെങ്കിൽ കൊടുത്തോണം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ 90% മുകളിലുള്ള പിള്ളേർക്ക് പോലും കഷ്ടിച്ച നമ്മുടെ സ്കൂളിൽ നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റില്ല. ഇതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നമ്മൾ എന്തിനാ ഇങ്ങനെ സ്ഥാപനം നടത്തുന്നത് പോലും നമുക്ക് സങ്കടമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുമ്പം പോലും നമ്മുടെ ആൾക്കാർ അതിനെക്കുറിച്ച് ഒരു നല്ല വാക്ക് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ചീത്തയോട് ചീത്തയാണ്. അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മുടെ പിള്ളേർക്ക് എല്ലാവരും നമ്മുടെ പിള്ളേരെ എടുത്തുകൊണ്ടിരുന്നത് 80% സീറ്റുകളും നമ്മുടെ ചങ്ങനാശ്ശേരി പ്രതിരോധക്കാർക്ക് മാർക്ക് അടിസ്ഥാനത്തിൽ കിട്ടിക്കൊണ്ടിരുന്നപ്പോഴും ഒരു നന്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അതാണ് നമ്മുടെ ഒരു സമുദായ ബോധവും സഭാസ്നേഹവും. ഇപ്പം അതുപോലും ഇല്ല. കോടതി വിധി വന്നു നമുക്ക്. പിന്നെ ഈ കുഞ്ഞുങ്ങൾ മുഴുവൻ അവിടെ ഇവിടെ എല്ലാം പോയി പഠിക്കുന്നു. എന്നിട്ട് അച്ഛൻ പറയുകയായിരുന്നു, ഈ പെങ്കൊച്ച് ഒരു അന്യമതസ്ഥനായ ഒരു ചെറുപ്പക്കാരൻ്റെ അവൻ്റെ ആ വലിയ സ്വാധീനത്തിൽപ്പെട്ടിരിക്കുകയാണ്. കാരണം ആദ്യം ഇവർ ബിരിയാണി കൊണ്ട കൊടുക്കും ഹോസ്റ്റലിൽ, ടേസ്റ്റ് ബിരിയാണി. എല്ലാ ദിവസവും നാട്ടിൽ കുർബാനയ്ക്ക് പോകുന്ന അച്ഛൻ്റെ അമ്മയുടെ മോളുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. കാരണം നമുക്ക് നമ്മുടെ പിള്ളേരെ കുറിച്ചൊക്കെ ഭയങ്കര വിശ്വാസമാണ്. എല്ലാ ദിവസവും ബിരിയാണി അവിടെ കൊണ്ട കൊടുക്കും. അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്കും വിളിക്കും, നീ അങ്ങനെ എപ്പോഴും ഞങ്ങളങ്ങനെ കൊണ്ടാ തന്ന് തിന്നണ്ട, ഞങ്ങളുടെ കൂടെ പുറത്തു വരാൻ പറയും. പുറത്തു പോകും. പിന്നെ അവർക്ക് പണം കൊടുക്കും, അവർക്ക് ഉടുപ്പ് കൊണ്ട കൊടുക്കും. അവസാനം ഇങ്ങനെ അവന്മാരുടെ സ്വാധീനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പെട്ടുപോവുക. ആരെയാ പ്രിയപ്പെട്ടവരെ കുറ്റം പറയുന്നത്? ഞാൻ പറയാം, നമ്മുടെയൊക്കെ അപ്പന്മാരെയാ കുറ്റം പറയേണ്ടത്. ഉഴപ്പന്മാരെ അപ്പന്മാര് വെള്ളമടിച്ച് കറങ്ങി നടത്തുന്ന കുടുംബം നശിപ്പിച്ചിട്ട് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് കണ്ട അവൻ്റെ ഇവൻ്റെയും മുമ്പിൽ കൈ നീട്ടേണ്ട ഗതികേട് വന്നാൽ നമ്മൾ ആരെയാ കുറ്റം പറയേണ്ടത്? അത് നമ്മുടെ സഭ സ്കൂൾ കളഞ്ഞ് തുടങ്ങാഞ്ഞിട്ടല്ലത്. നല്ല ഒന്നാന്തരം പരിശീലനം 5 വയസ്സുള്ളപ്പം മുതൽ ജനിക്കുന്നോടം പോലെ ഒന്നാന്തരം ക്രൈസ്തവ പരിശീലനം കൊടുത്ത് വളർത്തിയിട്ട് നമ്മുടെ കൂട്ടത്തിലല്ലേ ഏറ്റവും കൂടുതൽ കുടിക്കുന്ന പാർട്ടികൾ, വെള്ളമടിച്ച് കുടുംബം നശിപ്പിച്ച് കഞ്ഞി കുടിക്കാനായിട്ട് വകയുണ്ടാക്കുന്ന അമ്മമാര് സ്വാശ്രയ സംഘവും നടത്തി ജീവിക്കുന്ന ഗതികേടിലല്ലേ നമ്മൾ. എന്നിട്ട് നമ്മളിങ്ങനെ പിന്നെയും സഭയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ വരുന്നില്ല. ഞാൻ പറയാം, നമ്മുടെ അപ്പന്മാര് ഈ 30 ലക്ഷം അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് നല്ല ജോലി കൊടുക്കാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. അവർക്കൊക്കെ കാശല്ലേ കിട്ടുന്ന ഓരോ ദിവസവും അധ്വാനിച്ച് കഴിയുമ്പോൾ. ദിവസക്കൂലി 1000 രൂപ കിട്ടുന്ന വേറെ ഏതൊരു സംസ്ഥാനമുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത്? ദിവസക്കൂലി 1000 രൂപ. അത് മതിയല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളെ അന്തസ്സായിട്ട് നമുക്ക് പഠിപ്പിക്കാമല്ലോ, ഒരുത്തൻ്റെ മുമ്പിൽ കൈ നീട്ടാതെ. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ഈ കമ്മ്യൂണിറ്റി നമ്മളിങ്ങനെ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പാറമേൽ പണിത ഭവനത്തിൻ്റെ ഒരു ധൈര്യവും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ മുടന്തി പോകുന്നു എങ്കിൽ നമ്മൾ വേറെ ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും കൂടെ വട്ടം കൂടി ആലോചിക്കണം, നമ്മൾ എന്നതായി പ്രാർത്ഥിക്കുന്നത്, നമ്മൾ എന്ത് വചനമായി വായിക്കുന്നത്, നമ്മുടെ തലയിൽ എന്നതായി കയറുന്നത്. അതാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ല ഓരോ കഥകൾ കേൾക്കുമ്പോൾ നമുക്കങ്ങ് സങ്കടം വരും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? സഭ ചെയ്ത് തന്നെ. സഭ എല്ലായിടത്തും പള്ളികൾ തുടങ്ങി, പള്ളിയുടെ കൂട്ടത്തിൽ പള്ളിക്കൂടം തുടങ്ങി, പള്ളിക്കൂടത്തിന്റെ കൂട്ടത്തിൽ പറ്റുമെങ്കിൽ ആശുപത്രിയും തുടങ്ങി. ഈ മനുഷ്യരാരും മഹത്വമില്ലാതെ ജീവിക്കാൻ ഇടയാകരുത്. അതിൻ്റെ നന്മ തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല. ഇപ്പം ഞാൻ ചങ്ങനാശ്ശേരി പട്ടണത്തിൽ ജീവിച്ച മനുഷ്യനായതുകൊണ്ട് എനിക്കറിയാം, എൻ്റെ സഭ എൻ്റെ ചുറ്റും സ്ഥാപനങ്ങൾ തുടങ്ങി വെച്ചിരുന്നു. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ചിട്ടില്ല. 4ാം ക്ലാസ് വരെ ഞാൻ സെൻറ് ജോസഫ് സ്കൂളിൽ പോയി ഒരു 10 മിനിറ്റ് നടന്നാൽ മതിയായിരുന്നു. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ SSG പോയി പഠിച്ചു, ഒരു അരമണിക്കൂർ നടന്നാൽ മതിയായിരുന്നു. പിന്നെ SB കോളേജ് 2 വർഷം പഠിച്ചു, 10 മിനിറ്റ് നടന്നാൽ മതിയായിരുന്നു. എങ്ങും പോയി ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വന്നില്ല. എന്തുകൊണ്ടാ? നമ്മുടെ ചുറ്റും നമ്മുടെ സഭ ഈ സ്ഥാപനങ്ങൾ നടന്നു. നിങ്ങൾക്കറിയാം, അസംഷൻ കോളേജിന് ഒത്തിരി ഹോസ്റ്റൽ പണിത് വെച്ചിട്ടുണ്ട്. എന്തിനായിരിക്കും? അതാണ് നമ്മുടെ പഴയ പിതാക്കന്മാരുടെ ഒരു കരുതൽ. അന്ന് കാഞ്ഞിരപ്പള്ളി വരെയൊക്കെ നീണ്ടു കിടക്കുകയാണ് നമ്മുടെ രൂപത. അവിടുത്തെ പെൺകുട്ടികൾ വിദ്യാഭ്യാസമില്ലാതെ കഷ്ടപ്പെടരുത്, അവർക്ക് ഇവിടെ വന്ന് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യത്തിനാണ് ഇത്രയും ഹോസ്റ്റലുകൾ അന്ന് തുടങ്ങി വെച്ചത്. സമൂഹത്തെയും വളർത്താനായിട്ട് നമ്മൾ ഒത്തിരി ചെയ്യുന്നുണ്ട്. പക്ഷേ സമൂഹം അതിനനുസരിച്ച്
പൊതുസമൂഹം വളരുന്നുണ്ട്, പക്ഷെ സഭ തളരുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമായി.